മൂന്നാല് ആഴ്ചയായി ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിലായിരുന്നു. 1-2 ദിവസമായിട്ടേ ഉള്ളേ ഒന്ന് ഫ്രീ ആയിട്ട്. ആ സമയം ഹൃദയഭേദകമായിട്ടുള്ളൊരു കഥ വായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ആ കഥയ്ക്ക് ശക്തമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ആ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഥ മറ്റൊന്നുമല്ല, ക്ലാസ് റൂമിലേക്ക് ഒരു ടീച്ചർ കയറി വരികയാണ്. എന്നിട്ട് ആ ടീച്ചർ വളരെ പ്രതീക്ഷയോടുകൂടെ കുട്ടികളോട് ചോദിക്കുന്നു, മക്കളെ, ഭാവിയിൽ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ടീച്ചറുടെ ചോദ്യം കേട്ട് അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി വളരെ വ്യഗ്രതയോടുകൂടെയാണ് കുട്ടികൾ ഇരിക്കുന്നതെന്ന് ടീച്ചർ മനസ്സിലാക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പർ എടുത്ത് എഴുതി അതെന്നെ ഏൽപ്പിക്കണം. ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഓരോ കുട്ടികളും പേപ്പർ എടുത്ത് അവരുടെ മനോഹരമായ ആഗ്രഹം അവർ കോറിയിടുകയാണ്. ആ പേപ്പറുകളെല്ലാം ടീച്ചർ കളക്ട് ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തി അത്യാവശ്യം തിരക്കുകളെല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിൽ കയറി ഓരോ പേപ്പറും വായിച്ചു. മനോഹരമായ കുട്ടികളുടെ അഭിപ്രായങ്ങൾ വായിച്ച് വളരെ സന്തോഷപൂർവ്വം ഇരിക്കുമ്പോൾ ടീച്ചറുടെ കണ്ണും കൽബും ഒരേ ഒരു പേപ്പറിലാണ് ഉടക്കിയത്. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഭാവിയിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ മൊബൈലായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ വളരെ കരുതലോടുകൂടെ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം എന്നെ പരിരക്ഷിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കളുടെ മൊബൈലായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ആ അഭിപ്രായം വീണ്ടും വീണ്ടും വായിച്ച് ടീച്ചറുടെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന, കണ്ണ് നിറഞ്ഞിരിക്കുന്ന ആ ടീച്ചറുടെ റൂമിലേക്ക് ടീച്ചറുടെ ഭർത്താവ് കടന്നു വരികയാണ്. അസ്വാഭാവികമായിട്ടുള്ള ഇരുത്തം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ടീച്ചറെ കണ്ടുകൊണ്ട് ഭർത്താവ് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ടീച്ചർ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ആ പേപ്പർ ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഭർത്താവ് ആ പേപ്പർ വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് വളരെ പൗരുഷത്തോടുകൂടെ തന്നെ ആ ടീച്ചറോട് പറയുകയാണ്, എത്ര ക്രൂരന്മാരായിരിക്കും ആ മാതാപിതാക്കൾ. ഈ പ്രിയപ്പെട്ട മോനെ നോക്കുവാനോ സ്നേഹിക്കുവാനോ അവനുമായി സമയം സ്പെൻഡ് ചെയ്യുവാനോ മാതാപിതാക്കൾക്ക് നേരമില്ലായിരിക്കും. അത്രയും ക്രൂരന്മാരായിരിക്കും ആ മാതാപിതാക്കൾ എന്ന് ആ ടീച്ചറുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിറ കണ്ണുകളോടുകൂടെ ആ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ടീച്ചർ പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ആ കഥയിലെ ട്വിസ്റ്റ്. അതാണ് നമ്മുടെ ജീവിതവുമായിട്ട് ആ കഥക്കുള്ള ബന്ധം. ടീച്ചർ പറയുന്നത് 30 കുട്ടികളിൽ ഒരു കുട്ടിയാണ് ഈ അഭിപ്രായം എഴുതിയത്. ആ കുട്ടി നമ്മുടെ മകനാണ്. ഇതോടുകൂടെ കഥ അവിടെ അവസാനിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. നമ്മുടെ ഉള്ളം കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ ലോകത്താണ് ഇന്ന് നമ്മളടക്കമുള്ള പല മാതാപിതാക്കളും. മക്കളെ നോക്കുവാനോ മക്കളുടെ സഞ്ചാര വഴികൾ ശ്രദ്ധിക്കുവാനും അവർക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനോ അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനുമുള്ള സമയവും നേരവും നമ്മളടക്കമുള്ള പല മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സത്യം പറഞ്ഞാൽ ഈ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന് കണ്ടു. എൻ്റെ ഉമ്മ ചിരിക്കാറ് എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ചിരിക്കുന്ന കാണുമ്പോൾ അടിപൊളി ഉമ്മ ചിരിക്കുന്ന കാണാൻ. എൻ്റെ ഉമ്മ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും, ഭയങ്കര ഹാപ്പിയാക്കാറ്. ആ ദിവസം ഫുള്ള് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. എനിക്ക് തഹജ്ജുദ് ഇന്ന് സ്കരിക്കണ്ട, നാളെ സ്കരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ സ്കരിക്കണതിന് മുന്നേ ഞാൻ മരിച്ചു പോയാലോ. എത്ര മനോഹരമായിട്ടാണ് അവൻ സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയുന്നത്, അല്ലേ? അവൻ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വരുന്ന ഇടർച്ച പോലും നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ്. ആ മാതാപിതാക്കൾ വളരെ മനോഹരമായ ഒരു ജീവിത ചുറ്റുപാട് അവന് സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അവൻ്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ,
അവൻ പഠിക്കാൻ പോകുന്ന മദ്രസ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, ഉസ്താദുമാർ, അങ്ങനെ ഒരുപാട് മനോഹരമായ ജീവിത ചുറ്റുപാടുകൾ ആ മാതാപിതാക്കൾ സംവിധാനം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. അത് മറ്റൊന്നുമല്ല, ഇന്നമ അമ്വാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും സന്താനവും പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിച്ച മാതാപിതാക്കൾ തുലോം തുച്ഛമാണ്. ഇങ്ങനെ ഈ തുലോം തുച്ഛം വരുന്ന വിജയിച്ച മാതാപിതാക്കളുടെ ഈ ലോകത്തുള്ള, നാളെ പരലോകത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്തെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള മക്കളാണ്.